ടുഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് കർത്താവിനാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ കർത്താവ് നമ്മളെ കൊണ്ടുവന്ന് ആക്കി വെച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ ഏതെങ്കിലും രോഗത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കാൻ മതിയായ ദൈവമാണ്. ഏതെങ്കിലും ഒരു പ്രശ്നത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്, ആ പ്രശ്നത്തിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ, അതിൽ നിന്ന് വിടുവിക്കുവാൻ കർത്താവ് മതിയായവനാണ്. തകർക്കപ്പെട്ടിരിക്കുന്ന, നുറുക്കപ്പെട്ടിരിക്കുന്ന ഒരു പാത്രമായിട്ടാണ് നിങ്ങളായിരിക്കുന്നതെങ്കിൽ ആ പൊട്ടിപ്പോയ കഷ്ണങ്ങളെ ചേർത്ത് വെച്ച് അതിനെ കൂട്ടി യോജിപ്പിച്ച് അതൊരു പുതിയ പാത്രം പോലെ ആക്കി തീർക്കുവാൻ കർത്താവ് മതിയായവനാണ്. ഹല്ലേലൂയ! ചേർന്നൊരു ഹല്ലേലൂയ പറയാമോ? പ്രൈസ് ഗോഡ്. ഇന്നത്തെ നമ്മുടെ സ്പോൺസേഴ്സ് എന്ന് പറയുന്നത് ദുബായിൽ നിന്ന് വിനീത്, സുമൻ ആൻഡ് ജോവാൻ ആണ്. വാവ്, താങ്ക് യു വിനീത് ആൻഡ് സുമൻ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് വിനീതിൻ്റെയും സുമൻ്റെയും 25ാമത്തെ വിവാഹ വാർഷികമാണ്. വാവ് വാവ്, പ്രൈസ് ഗോഡ്. ഹാപ്പി ആനിവേഴ്സറി വിനീത് ആൻഡ് സുമൻ. ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു കുടുംബമാണ്. ബ്ലെസ്സിങ് ടുഡേയുടെ വളരെ ശക്തമായി നിൽക്കുന്ന വെൽ വിഷേഴ്സാണ്. കർത്താവ് നിങ്ങളെ ഈ ഒരു വർഷം കൂടുതലായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇനിയുള്ള വർഷങ്ങളിൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം, നിങ്ങളുമായി കണക്ട് ചെയ്യപ്പെട്ട സകല കാര്യങ്ങളിലും നിങ്ങൾ നിമിത്തം അനുഗ്രഹവും ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ തന്നെ ഇന്ന് ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്കുള്ള നന്ദി സൂചകമായിട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇവരുമായി കണക്ട് ചെയ്യപ്പെട്ടുള്ള ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്ട്രോങ് റിലേഷൻഷിപ്പ്, ബോണ്ടിങ് ഉണ്ടാകുവാൻ കർത്താവ് കൃപ ചെയ്യണമേ. മാതാപിതാക്കൾക്ക് ദൈവികമായ ആരോഗ്യം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. അടുത്ത ഒരു സ്പോൺസർ കൂടെയുണ്ട്, പത്തനംതിട്ടയിൽ നിന്ന് സുജ തോമസ് ആണ്. താങ്ക് യു സിസ്റ്റർ സുജ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് മകൾ ജിഷയുടെയും ഷിജുവിൻ്റെയും വിവാഹ വാർഷികമാണ്. ഹാപ്പി ബർത്ത്ഡേ ജിഷ ആൻഡ് ഷിജു. അപ്പോൾ തന്നെ സെപ്റ്റംബർ 24-ന് സുജ തോമസിൻ്റെ വിവാഹ വാർഷികമാണ് വരാൻ പോകുന്നത്. അഡ്വാൻസ് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി സിസ്റ്റർ സുജ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവെ, മകൾ ജിഷയുടെയും ഷിജുവിൻ്റെയും ദാമ്പത്യ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ, കൊച്ചുമകൾ ജിയായുടെ എൻജിനീയറിംഗ് ജോലി അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് കൃപ ചെയ്യണമേ. അനുഗ്രഹിക്കണമേ കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ YU അഡ്വാൻസ് ക്യാമ്പിന് വേണ്ടിയിട്ടുള്ള ദിവസങ്ങൾ വെറും 2 ആഴ്ച മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ഇനിയും രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ, എനിക്കൊന്ന് ഇന്നും ഈ ആഴ്ചയിലും ഏർലി ബേർഡ് ഓഫർ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ വേഗത്തിൽ തന്നെ രജിസ്റ്റർ ചെയ്യുക. 13 വയസ്സ് മുതൽ 30 വയസ്സ് വരെ പ്രായമുള്ള അവിവാഹിതരായ ആർക്കും ഇതിൽ പങ്കെടുക്കാം. ചില 13 വയസ്സ് വരെ എന്ന് പറയുമ്പോൾ ഇത് നിങ്ങളുടെ വീട്ടിനകത്ത് ഈ പ്രായത്തിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് തന്നെ രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് നിങ്ങൾ വേണം അവരെ ഹെൽപ്പ് ചെയ്യാൻ. കാരണം ഇതിന് രജിസ്ട്രേഷൻ ഫീ ഉണ്ട്, മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്. മാതാപിതാക്കളോട് ഞാൻ പറയുകയാണ്, യേശുവിൻ്റെ മടിയിലേക്ക് ഇരിക്കുവാൻ, യേശുവിൻ്റെ അടുക്കിലേക്ക് ഇരിക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വിട്ടു കൊടുക്കുകയാണെങ്കിൽ ഒരു കാര്യം എനിക്ക് ഉറപ്പായിട്ട് പറയാൻ സാധിക്കും, നാളെ നമുക്ക് നോക്കാൻ സാധിക്കാത്ത, നമ്മുടെ കണ്ണെത്താത്ത ഒരു ദൂരത്ത് നമ്മുടെ മക്കളായിരിക്കുമ്പോൾ അവരെ പരിപാലിക്കാനും അവരെ സംരക്ഷിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമാണ് കർത്താവിൻ്റെ കയ്യിലേക്ക് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഹല്ലേലൂയ. അതുകൊണ്ട് എല്ലാ കുഞ്ഞുങ്ങളെയും രജിസ്റ്റർ ചെയ്യിപ്പിക്കുക. അതൊരു വലിയ അനുഗ്രഹമായി തീരട്ടെ. അപ്പോൾ തന്നെ നമ്മുടെ ഗ്ലോ കോൺഫറൻസ് 21 വയസ്സ് മുതൽ മുകളിലേക്ക് പ്രായമുള്ള എല്ലാ സഹോദരിമാർക്കും ഉള്ളത്. അതുകൊണ്ട് ഈ വർഷത്തെ ഗ്ലോ കോൺഫറൻസിൻ്റെ അതിൻ്റെ ഒരു എന്താ പറയുക, നമ്മുടെ സ്പീക്കേഴ്സ് ലൈനൊന്ന് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അതിശക്തമായിട്ട് ഈ നൂറ്റാണ്ടിൽ, ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ദൈവദാസിമാരെയാണ് കർത്താവ് ഇവിടേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. അതുകൊണ്ട് ഈ മീറ്റിംഗ് നിങ്ങൾക്ക് മിസ്സാകരുത്. ഒരു വലിയ അനുഗ്രഹമാണ് കർത്താവ് ചെയ്യാൻ പോകുന്നത്. രജിസ്ട്രേഷൻ ഓപ്പൺ ആണ്, രജിസ്റ്റർ ചെയ്യുക. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. വെൽക്കം ബാക്ക്. ഇന്നലെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ തുടങ്ങി വെച്ചു. ഏശയ്യാവിൻ്റെ പുസ്തകം 61-ാം അധ്യായം മൊത്തം വായിച്ചു മലയാളത്തിൽ. ഇനി നമുക്കതിൻ്റെ ചെറിയ പീസുകളെടുത്ത് ഒന്ന് നോക്കണം. ഞാൻ ഈ തിമോത്തിയോസിനോട് പൗലോസ് പറയുമ്പോൾ പറയുന്നൊരു കാര്യമാണ്, റൈറ്റ്ലി ഡിവൈഡ് ദ വേർഡ്. വചനത്തെ എൻ്റെ മലയാളത്തിൽ എങ്ങനെ പറഞ്ഞിരിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. തിരുവഴുത്തുകളെ റൈറ്റ്ലി ഡിവൈഡ്, തിരുവഴുത്തെടുത്തിട്ട് അതിനെ കറക്റ്റായിട്ട് ഇങ്ങനെ ഭാഗിക്കണം. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഒരു ബൺ, ഒരു ലോഫ് ഓഫ് ബ്രെഡ് എടുത്തിട്ട് അതിങ്ങനെ സ്ലൈസ് ചെയ്ത് പീസുകളാക്കി കഴിക്കാൻ കൊടുക്കുന്നത് പോലെ
ദൈവവചനം ജീവന്റെ അപ്പമാണല്ലോ, അതെടുത്ത് മുറിച്ച് എല്ലാവർക്കും കൊടുക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് ഈ ആഴ്ചയിൽ ഇത് വിഭാഗിച്ച് നമുക്കുള്ള പോർഷൻ ഓരോരുത്തർക്കും ഉള്ളത് തരും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാൻ യെശയ്യാവിൻ്റെ പുസ്തകത്തെക്കുറിച്ചുള്ളൊരു ബിഗ് പിക്ചർ തന്നു. 66 അധ്യായങ്ങൾ, ആദ്യത്തെ 39 അധ്യായങ്ങളിൽ പഴയ നിയമത്തിൻ്റെ എസൻസും അതിനുശേഷമുള്ള 27 അധ്യായങ്ങളിൽ പുതിയ നിയമത്തിൻ്റെ എസൻസുമാണ് കാണുന്നത്. സ്ട്രക്ചറലി അങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ. മൊത്തത്തിൽ 66 അധ്യായങ്ങൾ. അതിൽ 1 മുതൽ 39 വരെയുള്ള അധ്യായങ്ങളിലാണ് പഴയ നിയമത്തിൻ്റെ ഡീലിങ്സ് കാണുന്നത്, ദൈവത്തിൻ്റെ അപ്രോച്ച്, ജനങ്ങളോടും പാപത്തോടുമുള്ള അപ്രോച്ച്. എന്നാൽ 40-ാം അധ്യായം മുതൽ പെട്ടെന്ന് ഇതാ മരുഭൂമിയിൽ ഒരു ശബ്ദം കേൾക്കുന്നു, കർത്താവിന് വഴിയൊരുങ്ങുന്നു, അവൻ വരികയാണ്, മശിഹ വരുന്നു. മശിഹ വന്ന ശേഷം പലപ്പോഴും അതിൽ മൈ സെർവൻറ്റ്, എൻ്റെ ദാസൻ എന്നാണ് ഇങ്ങനെ പറയുന്നത്. ആ എൻ്റെ ദാസൻ ഇങ്ങനെ വന്ന് പ്രസംഗിക്കുന്നതും പ്രവചിക്കുന്നതും അവനെ ജനങ്ങൾ പീഡിപ്പിക്കുന്നതും കൊല്ലുന്നതും ഉയർത്തെഴുന്നേൽക്കുന്നതിന് ശേഷം മശിഹയുടെ രാജ്യം സ്ഥാപിക്കപ്പെട്ട് ഒരു പുതിയ ഭൂമി, ഒരു പുതിയ ആകാശം ഉണ്ടാകുന്നത് വരെയുള്ള കാര്യങ്ങൾ യെശയ്യാവിന് വെളിപ്പെട്ടു. അവൻ പ്രവചിച്ച് അതെഴുതി. കർത്താവിന് ക്രിസ്തു ജനിക്കുന്നതിന് 700 വർഷം മുമ്പ് തന്നെ ഇതൊക്കെ എഴുതി വെച്ചു. ഇതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. പുസ്തകച്ചുരുളിൽ എഴുതിയതാണ് പിന്നെ യേശുവിൻ്റെ ജീവിതത്തിൽ നിവൃത്തിയായത്. What a Jesus, what a prophecy, what a fulfillment. നിസ്സാര പരിപാടിയല്ല ബൈബിൾ എന്ന് പറയുന്നത്. എനിക്കാണെങ്കിൽ ഈ ദിവസങ്ങൾ ബൈബിൾ പഠിച്ച് ഇങ്ങനെ ഒരുതരം ഇൻടോക്സിക്കേഷൻ പോലെ, ലഹരി പോലെ ആയിരിക്കുക. 24 മണിക്കൂർ അതിനു വേണ്ടി തന്നെ ഇരിക്കണമെന്ന് വരെ ആഗ്രഹിച്ചു പോകുന്നു. That much addictive is the Bible, the word. ഓക്കെ, ഞാൻ ഇതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ. ആദം മുതൽ അബ്രഹാം വരെ റഫ്ലി 2000 വർഷമാണ്. അബ്രഹാം മുതൽ ക്രിസ്തു വരെ വീണ്ടും 2000 വർഷം, അതിനുശേഷം വീണ്ടും ഒരു 2000 വർഷം, റഫ്ലിയാണ് പറയുന്നത്. അപ്പോൾ ആദം മുതൽ അബ്രഹാം വരെയുള്ള ആ കാലഘട്ടത്തെ നമ്മൾ സാധാരണ ദ ഫാദേഴ്സ് ഡിസ്പെൻസേഷൻ ഓർ ദ ഫാദേഴ്സ് ഏജ് എന്നാണ് നമ്മൾ പറയുന്നത്. പിതാവിൻ്റെ അല്ലെങ്കിൽ പിതാക്കന്മാരുടെ കാലഘട്ടം. അവിടെയാണ് പാട്രിയാക്സും എല്ലാം ഫാദർ. ആ എംഫസിസ് അതാണ്. എന്നാൽ അതിന് ശേഷമുള്ള 2000 വർഷം അഥവാ അബ്രഹാം മുതൽ ക്രിസ്തു വരെ സൺസ് അല്ലെങ്കിൽ സൺസ്, പുത്രന്മാർ. അപ്പോൾ ഈ പിതാമഹന്മാരുടെ പുത്രന്മാരും അതുകൂടാതെ ഒത്തിരി സൺസിനെ എംഫസൈസ് ചെയ്തിരിക്കുന്ന ഒരു കാലഘട്ടമാണത്. ചിൽഡ്രൻ ഓഫ് ഇസ്രായേൽ, സൺസ് ഓഫ് പ്രോഫറ്റ്സ്, ഇങ്ങനെ എല്ലാം വരും. അത് ക്രിസ്തു വരെ. ക്രിസ്തുവിന് ശേഷം പ്രത്യേകിച്ച് പെന്തക്കോസ്ത് നാൾ മുതൽ ഇങ്ങോട്ടുള്ള 2000 വർഷം the emphasis is on the Holy Spirit. പരിശുദ്ധാത്മാവിനാണ് അവിടെ പ്രാധാന്യം. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ ഏജിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. കാരണം പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്താണ്, നമ്മുടെ ഒപ്പം നടക്കുന്നു, നമ്മെ കൈപിടിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ്. ഇതുപോലൊരു കാലഘട്ടം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. പിതാവിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ആ കാലഘട്ടത്തിൽ അതുണ്ടായിട്ടില്ല. പുത്രൻ എന്ന് പറയുന്ന സമയത്ത് അതുണ്ടായിട്ടില്ല. ദിസ് ഈസ് ദി എൻഡ് ഓഫ് ദി ഏജസ്. എല്ലാ യുഗങ്ങളുടെയും അവസാന സമയത്താണ് ഇതിൻ്റെ ഫുൾഫിൽമെന്റ് വരുന്നത്. കഴിഞ്ഞ സകല യുഗങ്ങളുടെയും ഫുൾഫിൽമെന്റിന്റെ സമയത്താണ് നമ്മളിപ്പോൾ. സകലരുടെ മേലും പരിശുദ്ധാത്മാവിനെ പകരപ്പെടുന്നു. സകലരുടെ അകത്ത് പരിശുദ്ധാത്മാവ് വസിക്കാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മളെ അകത്ത് വസിച്ച് റെസിഡൻഷ്യൽ ആയിട്ട് ഒരു ഹെൽപ്പ് തന്ന് നമ്മെ കൊണ്ടുപോകാനാകി എത്തുന്നത് വരെ ഒരു ഇൻബിൽറ്റ് GPS ആയി നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവ് ഇരിക്കുകയാണ്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ. അപ്പോൾ ഒരു പുതിയ കാലഘട്ടം മശിഹയോടുകൂടി ആരംഭിക്കുന്നു. അതിനെക്കുറിച്ചാണ് നമ്മൾ വായിച്ചത്. യെശയ്യാവ് 61:1-2 വചനങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചേക്കാം. The spirit of the sovereign Lord is on me, because the Lord has anointed me to proclaim good news to the poor. He has sent me to bind up the brokenhearted,
to proclaim freedom for the captives and release from darkness for the prisoners, to proclaim the year of the Lord's favor and the day of vengeance of our God, to comfort all who mourn, and provide for those who grieve in Zion, to bestow on them a crown of beauty instead of ashes, the oil of joy instead of mourning, and a garment of praise instead of a spirit of despair. ഇനി അങ്ങ് കിടക്കുക. അങ്ങനെ പോയാൽ മൊത്തം ഞാൻ വായിക്കേണ്ടി വരും. പക്ഷേ ഇവിടെ പറയുന്ന ചില കാര്യങ്ങളാണ്. ഞാൻ സാധാരണ ഇതിനെ പറയാനുള്ളത് യേശുവിൻ്റെ ശുശ്രൂഷയുടെ 7 ആസ്പെക്ട്സ് ഉണ്ട്. യേശുവിൻ്റെ മേൽ പരിശുദ്ധാത്മാഭിഷേകം വന്നപ്പോൾ, പരിശുദ്ധാത്മാവ് തൻ്റെ മേൽ ഇറങ്ങിയപ്പോൾ, ഈ പുസ്തകച്ചുരുളിൽ നിന്ന് എടുത്ത് വായിക്കുമ്പോൾ 7 different kinds of ministry യേശു ചെയ്യും. ഒന്ന് കുറിച്ച് വെക്കുക. മാത്രമല്ല ലൈവ് ചാറ്റിലേക്ക് ഒന്ന് ടൈപ്പ് ചെയ്തിരുന്ന ഞാൻ പെട്ടെന്ന് പറയാം. 1. Preaching good news to the poor. എളിയവരോട്, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുക. അതാണ് ഒരു ശുശ്രൂഷ. എഴുതി വെക്കുക. 2. Proclaiming the year of the Lord's favor. ദൈവ പ്രസാദ വർഷം പ്രഖ്യാപിക്കുക. കർത്താവിൻ്റെ പ്രസാദ വർഷം പ്രഖ്യാപിക്കുക. ദൈവം പ്രസാദിച്ചിരിക്കുന്നു, നിങ്ങളിൽ ദൈവം പ്രസാദിച്ചിരിക്കുന്നു, ദൈവം കോപിച്ചിരിക്കുകയല്ല. ഇതൊന്ന് വിശ്വസിക്കപ്പാ. എന്താ ഞാൻ പറഞ്ഞത്? ദൈവം നിങ്ങളോട് കോപിച്ചിരിക്കുകയല്ല, ദൈവം നിങ്ങളിൽ പ്രസാദിച്ചിരിക്കുന്നു. 2 കൊരിന്ത്യർ 6:2 ഇപ്പോഴാകുന്നു സുപ്രസാദകാലം. നിങ്ങളും ഞാനും ജീവിക്കുന്നത് സുപ്രസാദകാലത്താണെന്നറിയാമോ? കർത്താവ് ഇങ്ങനെ ദേഷ്യപ്പെട്ടും മീശ വിരിച്ചുകൊണ്ടിരിക്കുകയല്ല. ആ കാലം കഴിഞ്ഞു. ഇത് സുപ്രസാദകാലം. വാ, അത് മനസ്സിലാക്ക്. സാത്താൻ വന്ന് ചെവിൽ പറ, അല്ലല്ലല്ല, നീ ചെയ്ത കുരുത്തക്കേട് കൊണ്ട് നിന്നിൽ ദൈവം കോപിച്ച് നിന്നെ ഇപ്പൊ തട്ടിക്കളയും. നോ, കർത്താവ് ഇപ്പോൾ പ്രസാദിച്ചിരിക്കുകയാണ്. എങ്ങനെ? സ്വന്തം പുത്രനിൽ പ്രസാദിച്ചിരിക്കുകയാണ്. ക്രിസ്തു നമ്മുടെ മിടുക്കൊണ്ടല്ലോ കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും പ്രസാദിക്കാൻ പോകുന്നില്ല. ക്രിസ്തുവിൽ ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആ പ്രസാദം അവൻ്റെ കെയർ ഓഫിൽ നമുക്ക് കിട്ടി. നമ്മുടെ മെറിറ്റ് കൊണ്ടല്ല, നമ്മുടെ പുണ്യപ്രവൃത്തി കൊണ്ടല്ല. ആ കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നതെന്ന് വിശ്വസിക്കാമോ? തലയിൽ നിന്ന് വേണ്ടാത്ത എല്ലാം എടുത്ത് കളാ. ഇപ്പോൾ പ്രസാദകാലമാണ്. എല്ലാവരിലും കർത്താവ് പ്രസാദിച്ചിരിക്കുകയാണ്. 3. Proclaiming freedom for the prisoners or captives. തടവുകാരോട് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുക. അതാണ് 3ാമത്തേത്. തടവിൽ കിടക്കുന്ന ആരും, അഡിക്ഷനിൽ കിടക്കുന്നവർ, തടവിൽ കിടക്കുന്ന സകലരോടും എന്തു പറയുക? സ്വതന്ത്രമായിക്കോ. ഹലോ, എന്തെങ്കിലും എവിടെയെങ്കിലും കുരുക്കിൽ നിങ്ങൾ കിടക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരു സ്വാതന്ത്ര്യം തരാൻ യേശുവിന് സാധിക്കും. ഇത് യേശു സ്വീകരിച്ച അഭിഷേകത്തിനകത്ത്, പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയ്ക്കകത്ത് അതുണ്ടെന്ന്. 4. Proclaiming sight for the blind. കുരുട്ട് കണ്ണുകൾക്ക് പ്രകാശം, കുരുടന്മാർക്ക് പ്രകാശം. 5. Releasing the oppressed. അല്ലെങ്കിൽ പീഡിതർക്ക് വിമോചനം, പീഡനം അനുഭവിക്കുന്നവർക്ക് വിമോചനം. വിശ്വസിക്കേ, രാത്രിയും പകലും പല ദണ്ഡനങ്ങളാൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കൊരു റിലീസുണ്ട്. 6. ബൈൻഡിങ് അപ്പ് ദ ബ്രോക്കൺ ഹാർട്ടഡ്. ഹൃദയം നുറുങ്ങിയിരിക്കുന്നവർക്ക് അവരുടെ ഹൃദയങ്ങളെ തകർന്ന് നുറുങ്ങി പീസായി കിടക്കുന്ന ആ ഹൃദയങ്ങളെ, മുറിഞ്ഞ് തകർന്നിരിക്കുന്ന ഹൃദയങ്ങളെ ബൈൻഡ് അപ്പ് ചെയ്ത് അതിനെ നല്ല ഹൃദയമാക്കി, ഹെൽത്തിയായ ഹൃദയമാക്കി മാറ്റുക. വാ. അടുത്തത് കംഫർട്ടിങ് ഓൾ ഹൂ മോൺ. വിലപിച്ച് കഴിയുന്ന, നിലവിളിച്ചോണ്ടിരിക്കുന്നവർക്ക് ആശ്വാസം. പോരെ, എനിക്ക് തോന്നുന്നു ഈ 7 ഉണ്ടെങ്കിൽ മിക്കവാറും ഒരു മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ ജീവിതത്തിൻ്റെ സകല മേഖലകളും കവർ ചെയ്ത് ഉള്ളൊരു ശുശ്രൂഷയാണ് യേശുവിൻ്റെ ശുശ്രൂഷ. ഞാൻ എല്ലായ്പ്പോഴും എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ്, ശുശ്രൂഷിക്കണമെങ്കിൽ യേശു ചെയ്ത ശുശ്രൂഷ ചെയ്യണം.
വേറെ ആരുടെയും പാറ്റേണിൽ പോകല്ലേ. യേശുവിൻ്റെ ശുശ്രൂഷ ചെയ്യുക. ഇതൊക്കെയല്ലേ യേശു ചെയ്തത്. അതിനല്ലേ അഭിഷേകം, അതല്ലേ നമ്മളും ചെയ്യേണ്ടത്. അതിനുള്ളൊരു പാറ്റേൺ അല്ലേ യേശു ചെയ്തത്. ഇനി ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ ദാരിദ്ര്യത്തിൻ്റെ നെല്ലിപ്പലക കണ്ട് കിടക്കുകയാണ്. എപ്പോഴും കോള് വരാം, കടക്കാർ വിളിക്കും, ബാങ്കിൽ പലിശ, വട്ടിപ്പലിശ, എവിടെയൊക്കെ പൈസ കൊടുക്കാം, അവിടെ എല്ലാം പൈസ കൊടുക്കാനുണ്ട്. മാത്രമല്ല, നിങ്ങൾ എന്തെല്ലാം ചെയ്താലും, ജീവിതകാലം മുഴുവൻ ജോലി എടുത്താലും, എന്തൊക്കെ ചെയ്താലും ഈ കടം വീടുമെന്ന് തോന്നുന്നില്ല. അത്ര വലിയ കടക്കണിയിലും ദാരിദ്ര്യത്തിലും പ്രശ്നത്തിലും നടക്കുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ അങ്ങ് വരിക, കയറി വന്നു, ടിങ് ടോങ് ബെല്ലടിക്കുന്നു. അയ്യോ ബ്രദറാണോ, ഇരിക്കേ, സോഫയിൽ ഞാൻ ഇരിക്കുക. എന്നിട്ട് പറയുക, നിങ്ങളെല്ലാ കടങ്ങളും വീട്ടിയിരിക്കുന്നു. മാത്രമല്ല, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇനി അങ്ങോട്ട് ജീവിക്കാൻ ഉള്ള ഇത്ര കോടി രൂപ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുമുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ, നിങ്ങളത് വിശ്വസിച്ചാൽ, ഒരുപക്ഷെ നിങ്ങൾ ശരി ബ്രദറെ, ഇത് ശരിയാണോ, സത്യമാണോ പറയുന്നത്, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇത് സത്യമാണോ, എന്താ പ്രൂഫ്? ഇതാ, നിങ്ങളുടെ ബാങ്കിൻ്റെ പാസ്ബുക്ക് നോക്ക്, എല്ലാ കടങ്ങളും വീട്ടിരിക്കുന്നു, കടപത്രം എല്ലാം ക്യാൻസലാണ്. മാത്രമല്ല, ഇത്രയും രൂപ ഡെപ്പോസിറ്റിൻ്റെ പ്രൂഫ്. ചായ എടുക്കട്ടെ, ഉടനെ എനിക്ക് ചായ തരുന്നു. എന്ത് വേണം ബ്രദർ, എന്ത് വേണം എന്ന് പറ, ഏതായാലും കാശുണ്ടല്ലോ ബാങ്കിൽ, എന്ത് വേണേലും പറ. പെട്ടെന്ന് ആ ന്യൂസ് കേട്ട ഉടനെ അതുവരെ കുളിക്കാതെ, പല്ല് തേക്കാതെ, പുറത്തിറങ്ങാതെ, ഈ ഫോൺ പോലും സ്വിച്ച് ഓഫ് ചെയ്ത് ഇങ്ങനെ ഇരുന്ന് നിങ്ങൾ ഈ ന്യൂസ് കേൾക്കുമ്പോൾ എന്തായിരിക്കും പ്രതികരണം? നിങ്ങൾ മൊത്തം മാറിയില്ലേ? ദാറ്റ് ഈസ് വാട്ട് ഐസയ ഈസ് സേയിങ്. യേശയ്യാവ് അതാ പറയുന്നേ. നിങ്ങൾ സകല എളിയവരോട്, ഇംഗ്ലീഷിൽ പൂർ എന്നാണ്, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ യേശുവിൻ്റെ ശുശ്രൂഷ പറയുന്നത്. അതെല്ലാം മാറ്റി പുറത്തു കൊണ്ടുവരുന്ന ഒരു അഭിഷേകം. അപ്പൊ ചിലർ പറയാ, എൻ്റെ ബ്രദർ, അത് ആത്മീയ പാപ്പരത്വത്തെ മാറ്റുന്ന കാര്യം പറഞ്ഞു. അതുകൊണ്ട് ഇതുകൊണ്ടെന്നേ ദരിദ്രർക്കുള്ള സുവിശേഷം എന്താ? ഞാൻ പറയാം, ദരിദ്രരോട് എന്ന്, അതിന് പകരം ഞാൻ നിങ്ങളെ വീട്ടിലെന്ന് പറയാം, നിങ്ങൾ യേശുവിൽ വിശ്വസിക്കണം, സുവിശേഷത്തിൽ വിശ്വസിക്കണം. വിശ്വസിച്ച് കഴിയുമ്പോൾ ഈ കടക്ക് ഇത്രയും കൂടി കൂടും, പലിശ കടങ്ങൾ കൂടും. പിന്നെ ജീവിക്കാനുള്ള, എങ്ങനെ ജീവിക്കുന്ന പോലും ചിന്തിക്കുന്ന രീതിയിൽ കംപ്ലീറ്റ് കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് നിങ്ങൾ പോകും. അത് സുവിശേഷമാണോ? പറയാന്നേ, അത് സുവിശേഷമാണോ? ദരിദ്രരുള്ള സുവിശേഷം അവരുടെ പട്ടിണി മാറും, അവസ്ഥകൾ ദൈവം മാറ്റും എന്നത് തന്നെയാണ് ലിറ്ററലി. അപ്പോൾ തന്നെ അവരുടെ ആത്മീയ ദാരിദ്ര്യം, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ് അവരുടേത്. അതുകൊണ്ട് അതിനകത്ത് ഇത് രണ്ടും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാണാറുമുണ്ട് അനേകരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. ചിലപ്പോൾ അങ്ങനെ അല്ല ബ്രദറെ, ഇതൊക്കെ സ്പിരിച്വലാണ്, അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, നിങ്ങളത് അനുഭവിച്ചാൽ മതി. ആവശ്യമുള്ളവർ അനുഭവിക്കട്ടെ, ബ്ലോക്ക് ചെയ്യണ്ട. അടുത്തത്, നിങ്ങൾ ഹൃദയം തകർന്നിരിക്കുന്നൊരവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്ക്. എന്ന് വെച്ചാൽ ഇനി ജീവിച്ചിട്ട് കാര്യമില്ല ബ്രദറെ. എന്താ ജീവിതത്തിൻ്റെ അർത്ഥം? ഒരിടത്ത് നിന്നും സമാധാനമില്ല, തകർന്നിരിക്കുക, എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി എന്ന രീതിയിൽ ഇരിക്കുമ്പോൾ ഞാൻ നിങ്ങളെ വീട്ടിലേക്ക് വരും, ടിങ് ടോങ്, ഓ ബ്രദറാണോ, വല്ലാത്ത അവസ്ഥയിലായിരിക്കുന്നു. അപ്പൊ ഞാൻ പറയുക, നിങ്ങളോട് പറയാ, നിങ്ങളുടെ അവസ്ഥ മുഴുവൻ ദൈവം മാറ്റാൻ പോവുക. നല്ലൊരു ഭാവി ദൈവം നിങ്ങൾക്ക് തരാൻ പോകും. ഇന്നത്തെ അവസ്ഥ മുഴുവനും കർത്താവ് എടുത്ത് മാറ്റാൻ പോകും. സത്യമാണോ പറയുന്നത്? വിശ്വസിക്കാമോ? ഞാനല്ല പറയുന്നത്, ദൈവം ഞാനല്ല ചെയ്യുന്നത്, കർത്താവാ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ വിശ്വസിക്കുവാണെങ്കിൽ എനിക്കറിയാം, അപ്പം തന്നെ ചായ എടുക്കുവോ, കാപ്പി എടുക്കുവോ, എൻ്റെ ബ്രദറെ സന്തോഷമായി സമാധാനമായി, ഇനി ഡ്രസ്സൊക്കെ മാറട്ടെ, അപ്പം തന്നെ കുളിച്ച് റെഡിയായി ഒന്ന് പാർക്കിൽ പോയി എവിടെയെങ്കിലും ഒന്ന് പോകും. കാരണം മുഴുവൻ മാറുക, ആറ്റിറ്റ്യൂഡുകൾ മാറുക. അവിടെ നിൽക്കട്ടെ, നിങ്ങൾ വീട്ടിലല്ല, ജയിലിലാണ്. കൊലക്കുറ്റത്തിനോ
ഭവനഭേദത്തിനോ ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പകപോക്കാനോ എന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ ജയിലിൽ കിടക്കുക. ജീവപര്യന്തം പല മടങ്ങ് ജയിലിൽ കിടക്കുക എന്ന് വെച്ചാൽ മൊത്തം ജീവിതം തീർത്താലും ശിക്ഷാവിധി തീരാത്ത അത്രയും കിടക്കുക എന്നിരിക്കട്ടെ. ഞാനൊരു ദിവസം ജയിൽ സൂപ്രണ്ടിനെ കണ്ട് പ്രത്യേക സമ്മതം മേടിച്ച് നിങ്ങൾ കിടക്കുന്ന ജയിലഴികളുടെ മുമ്പിൽ വന്ന് നിൽക്കുക. എന്നിട്ട് പറയുക, നിങ്ങളുടെ കുറ്റം മുഴുവൻ, നിങ്ങൾ വിമുക്തനാക്കപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, ഇന്ന് നിങ്ങൾക്ക് റിലീസാണ്. അതുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പ്രത്യേകമായ രീതിയിൽ എല്ലാം ദൈവം പ്രവർത്തിച്ചു. നിങ്ങൾക്ക് ഇന്ന് പുറത്തിറങ്ങാം. എന്ന് വെച്ചാൽ ജീവിതത്തിൽ ഒരിക്കലും ഈ കാരാഗൃഹത്തിൽ നിന്ന് വെളിയിൽ വരാൻ പറ്റില്ല എന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന നിങ്ങൾ എന്നോടൊപ്പം അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്, റോഡിലേക്ക് ഇറങ്ങുകയാണ്. ആ നിമിഷം നിങ്ങൾ സകലവും മാറുമോ? ജീവിതം മുഴുവൻ മാറുമോ? ചിന്തകൾ മാറുമോ? പ്രതീക്ഷകൾ ഉണരുമോ? ആ റോഡിൽ വെച്ചാൽ എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ബ്രദർ വന്നല്ലോ. യേശയ്യാവ് അതാ പറയുന്നത്, മശിഹ വരുമ്പോൾ ബദ്ധന്മാരെ, തടവുകാരെ അവൻ റിലീസ് മേടിച്ച് പുറത്തു കൊണ്ടുവരും. വിശ്വസിക്കാമോ? അടുത്തത്, നിങ്ങൾ രോഗിയാണ്, വെന്റിലേറ്ററിൽ കിടക്കുകയാണ്, ചെറിയൊരു ബോധമുണ്ട്, അത് മാത്രമേ. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ്, അതായത് ഹോപ്പൊന്നുമില്ല, ചിലപ്പോൾ മണിക്കൂറുകൾ ജീവിക്കാനുള്ളൂ. അങ്ങനെയുള്ള സമയത്ത് ഞാൻ അങ്ങോട്ട് വന്നിട്ട് പെട്ടെന്ന് തിരികെ കേൾക്കാം. ഞാൻ പറയുവാണ്, നിങ്ങൾക്ക് പൂർണ്ണമായും സൗഖ്യമായിരിക്കുന്നു. ഒരു വലിയൊരു മിറക്കിൾ സംഭവിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് പൂർണ്ണമായും സൗഖ്യമായിരിക്കുന്നു. ദൈവം നിങ്ങളുടെ ആയുസ് ദീർഘമാക്കിയിരിക്കുന്നു. മക്കളെയും കൊച്ചുമക്കളെയും അവരുടെ മക്കളെയൊക്കെ കണ്ടിട്ട് നിങ്ങൾ മരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ അടുത്ത പരിപാടി എന്താ? ഡോക്ടറെ, നേഴ്സേ, വാ, ഇതെല്ലാം എന്നെ വിട്, എന്നെ പുറത്തിറക്ക്. ഉടൻ തന്നെ നിങ്ങളോടൊന്ന് ചാടി പുറത്തിറങ്ങി ഡ്രസ്സ് ചെയ്ത് ഡിസ്ചാർജ് വേണ്ടി വീട്ടിൽ വരും. യേശയ്യാവ് അതാണ് പറയുന്നത്. പ്രൈസ് ഗോഡ്. നിങ്ങൾ അന്ധയാണ്, ഇതാ നിങ്ങളുടെ കണ്ണിന് കാഴ്ച വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉള്ള പ്രത്യാശ എന്താണ്? ദിസ് ഇസ് ദ അറ്റ്മോസ്ഫിയർ പ്രോഫറ്റ് ഐസയ ഈസ് ക്രിയേറ്റിംഗ്. ഇത് ചുമ്മാ ഉണ്ടാക്കുകയാണ്? ഇല്ല, മശിഹ വരുമ്പോൾ ഇത് സംഭവിക്കുന്നു. ആർ യു റെഡി നൗ? ലെറ്റ്സ് പ്രേ. കഴിഞ്ഞിട്ട് യേശുവിന്റെ നാമത്തിൽ ഇന്ന് കേട്ട വചനങ്ങൾ പോലെ ഒരു വലിയ റിലീസ് ജനങ്ങൾക്കുണ്ടാകട്ടെ, കുടുംബങ്ങളുണ്ടാകട്ടെ, രോഗികൾക്കുണ്ടാകട്ടെ, ജയിലുകളിൽ ഉണ്ടാകട്ടെ, പാരതന്ത്ര്യത്തിലായിരിക്കുന്ന, തടവിലായിരിക്കുന്ന, ബദ്ധന്മാരായിരിക്കുന്ന, പീഡിപ്പിക്കപ്പെടുന്ന, ദുരാത്മാക്കളാൽ പീഡിപ്പിക്കപ്പെടുന്ന, രോഗങ്ങളാൽ ദണ്ഡിപ്പിക്കപ്പെടുന്ന സകലർക്കും റിലീസ് ഉണ്ടാകട്ടെ, സ്വാതന്ത്ര്യമുണ്ടാകട്ടെ, നിരാശകൾ മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ, ഈ ആഴ്ച മോർണിംഗ് എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. യേശുവിൻ്റെ നാമത്തിൽ ഒരു വലിയ വിടുതൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൈനീട്ട രോഗികൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാട്ടെ. വർഷങ്ങളായി അനുഭവിക്കുന്ന മൈഗ്രെയിൻ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. മറ്റ് പല രീതിയിലുള്ള തലവേദനകൾ മാറട്ടെ. അതുപോലെ ഈ നെക്കിനുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാട്ടെ. നട്ടലിൻ്റെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ആന്തരിക അവയവങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കാലിന് എന്തോ പ്രയാസം വന്നിട്ട് ഇങ്ങനെ ഏന്തി നടക്കുന്ന ഒരു വ്യക്തി, യേശുവിൻ്റെ നാമത്തിൽ ആ കാൽ രണ്ടും സ്ട്രെയിറ്റ് ആയി റെഡി ആകട്ടെ. ഇൻ ജീസസ് നെയിം, ഇൻ ജീസസ് നെയിം, ഇൻ ജീസസ് നെയിം. കർത്താവ്, നീ അങ്ങനെ ചെയ്തതിനായി നന്ദി. ഓ മൈ ഗോഡ്, ഇപ്പോഴും ആ ഒരു ഫ്ലോ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണുകൾക്ക് എന്തോ പ്രയാസമുള്ള ആരെയോ കർത്താവ് സൗഖ്യമാക്കുന്നുണ്ട്. വായിക്കാൻ കഴിയുന്നില്ല, ഒരു സ്ഥലത്ത് തന്നെ അധികം നേരം നോക്കാൻ കഴിയുന്നില്ല, കണ്ണിന് എന്തോ സാരമായ പ്രശ്നമുള്ള ഒരാളെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. താങ്ക് യു മാസ്റ്റർ. കൈ രണ്ടും നീട്ടിപ്പിടിക്കാം. കർത്താവെ, ജനങ്ങളെ അനുഗ്രഹിക്കുന്നു. രോഗങ്ങൾ മാത്രമല്ല കർത്താവെ, രോഗസൗഖ്യം മാത്രമല്ല, ഏത് വിഷയത്തിനും, സാമ്പത്തികമോ എന്തുമായിട്ട്, അവിടെ എല്ലാം വിടുതലുണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ. ആമേൻ. ബ്ലെസ്സിംഗ് ടുഡേ ഒരു പാർട്ട്ണറായി, സ്പോൺസറായി നിങ്ങൾക്ക് മാറാം. സ്ക്രീനിലെ നമ്പർ എടുത്ത് ഡീറ്റെയിൽസ് വിളിച്ച് ചോദിച്ച് മനസ്സിലാക്കുക. blessingtoday.tv എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാൻ. പുസ്തകങ്ങൾ ആവശ്യമുള്ളവർക്ക് ആമസോണിൽ നിന്നും നിങ്ങൾക്ക് അത് ലഭിക്കും. ആൻഡ് ബ്ലെസ്സിംഗ് ടുഡേ ബുക്സ്
അല്ലെങ്കിൽ ഡാമിൻ ആൻ്റണി ബുക്സ് എന്നൊക്കെ പറഞ്ഞ് ടൈപ്പ് ചെയ്യുക. എല്ലാ ബുക്സും ഇംഗ്ലീഷിൽ, മലയാളത്തിൽ, ഹിന്ദിയിൽ, തമിഴിലൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ലഭിക്കും. എല്ലാവരും കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. സീ ടുമോറോ. ബൈ.